നമുക്ക് പ്രഗ്നൻറ്റ് സ്ത്രീയെ കാണാൻ പോകുന്ന ഒരു വ്ലോഗ് എടുത്താലോ? അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നൂറേനെ കാണാൻ വേണ്ടി പോവാണ്. ഒരു ഫ്രൂട്ട്സ് വാങ്ങാമെന്നും പറഞ്ഞ് ഇവള് കൊണ്ടുപോയത് ഒരു പച്ചക്കറി കടയിലും. അവിടെയാണെങ്കിൽ ദേ ഈ ഫ്രൂട്ട്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ട് ദേ ഈ തക്കാളി കണ്ടില്ലേ, ഇതിനെ കാണുമ്പോൾ എനിക്ക് ആപ്പിൾ പോലെ തോന്നുന്നു. നല്ല ചുമന്നിട്ടായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ അവിടെ നിന്ന് എടുത്ത് പിന്നെ ബേക്കറി കയറി അവിടുന്ന് കുറച്ച് സാധനം വാങ്ങി ഞങ്ങളെ വേറെ ഒരു ഫ്രണ്ടിനെ കാത്തിരിക്കുകയാണ്. അതൊരു നീണ്ട കാത്തിരിപ്പായിരുന്നു. ദേ ഇതാണ് അവളെ കയ്യിലുള്ളതാണ് അവളുടെ ചോട്ട. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നൂറേൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. കാടും മലയും ഒക്കെ താണ്ടി ഡോറാബുജി പോകുമ്പോലെ ഞങ്ങൾ പോകുന്നത്. സത്യം പറഞ്ഞാൽ അവളെ വീട്ടിലേക്കുള്ള ശരിക്കുള്ള വഴി ഇതല്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ ഒരു വഴിയായിരുന്നു പോയത്. ആ ഒരു വഴി അങ്ങ് പോയതാണ്. പക്ഷേ കാടും മലയൊക്കെ താണ്ടി അങ്ങ് എത്തിയത്. ഞങ്ങളെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 6 പേര് അടങ്ങിയ ഒരു ഗ്രൂപ്പാണുള്ളത്. അതിൽ ഞങ്ങൾ എന്നും കോണ്ടാക്ട് ചെയ്യുകയോ എന്നും വിളിക്കുകയോ ഒന്നും ചെയ്യില്ല. പക്ഷെ ഞങ്ങൾ പരസ്പരം കാണുന്ന അന്നെന്ന് വെച്ചാൽ ഇന്നലെ ഞങ്ങൾ +2 കഴിഞ്ഞ് ഇറങ്ങിയൊരു ഫീലാണ് ഉണ്ടാവുക. അങ്ങനെ ഞങ്ങൾ നൂറേൻ്റെ വീട്ടിൽ പോയി ഇതേ അവിടുന്ന് ഡ്രിങ്ക്സൊക്കെ കുടിച്ച് അവളെ കാത്തിരിക്കുക. അവൾ കുളിക്കുക എന്ന് പറഞ്ഞ് പോയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് വന്നത്. അങ്ങനെ അവളെ ഇങ്ങനെ കണ്ടപ്പോൾ നല്ല സന്തോഷമായി. ഇതാണ് പാത്തുവിൻ്റെ കുഞ്ഞ്. സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയതാണ്. പക്ഷേ കുഴിമന്തി ആയതുകൊണ്ടും പിന്നെ അവർ നിർബന്ധിച്ചത് കൊണ്ടും ഞാൻ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ അവൾക്ക് വേണ്ടിയിട്ടൊരു മോം ടു ബി സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു കേക്ക് കട്ടിങ്, അവളെ ഒന്ന് സന്തോഷമാക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഇതിൽ ഒരാളുടെ കുറവുണ്ട് കേട്ടോ, അവൾ വന്നിട്ടില്ല ഇന്ന്. സാരമില്ല, രഹനേൻ്റെ കുറവ് ഞങ്ങളെല്ലാവരും കൂടെ നികത്തിയിട്ടുണ്ട്. കേക്ക് ഞങ്ങൾ അവൾക്കും കൂടെ വേണ്ടിയിട്ടുള്ളത് ഞങ്ങളും കൂടെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് വെറുതെ. അങ്ങനെ നൂറേൻ്റെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് കേക്ക് എപ്പം കിട്ടുമെന്നും വിചാരിച്ചാൽ ഞാനിരിക്കുന്നത്. കിട്ടാൻ കുറച്ച് താമസം എടുത്തെങ്കിലും കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യം അവൾ തന്നെയാണ് കഴിക്കുന്നത്. അവൾ തന്നെയാണല്ലോ കഴിക്കേണ്ടത്. അത് കഴിഞ്ഞ് ഞാനും രാജ്യവും കൂടെ പാത്തുവിൻ്റെ ചെക്കനെ പിടിച്ച് കളിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഓട്ടോ വിളിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ നിന്നു. കാരണം കുറച്ച് നേരം വൈകിയുണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ എനിക്ക് സന്തോഷമായിട്ടുള്ളൊരു സാധനം വാങ്ങാൻ വേണ്ടി പോകാനുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് നാൾ ആഗ്രഹിച്ച് എൻ്റെ വണ്ടി വാങ്ങാൻ പോവുമായിരുന്നു എന്ന്. അപ്പോൾ ഓക്കേടാ, ബൈ.